ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടക കോഴിയാണ്. ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു മസാല തയ്യാറാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം, മല്ലിപ്പൊടിയാണ് നമ്മൾ അടുത്ത് ചേർക്കുന്നത്. ഇത് പച്ച മല്ലി നമുക്ക് വറുത്തും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ അതില്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഇതേ രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മളൊരു കുക്കർ സ്റ്റവിലേക്ക് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. ചെറിയ ഉള്ളിയിൽ ചിക്കൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഉള്ളിയും ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ചേർക്കുന്ന കോഴി എന്ന് പറയുന്നത് സ്പ്രിങ് കോഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നാടൻ കോഴി ഉപയോഗിച്ചിട്ടാണ് കർക്കിടക കോഴി ഉണ്ടാക്കുക. നാടൻ കോഴി കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ സ്പ്രിങ് കോഴിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും കൂടെ പാകത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനെടുത്ത കുരുമുളക് പൊടിക്ക് കുറച്ച് എരിവ് കുറവായിരുന്നു, അത് കാരണം ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തതാണ്. നിങ്ങൾ എരിവെല്ലാം നോക്കി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ ഇത് വേവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി പിന്നെ നമ്മളൊന്നുകൂടെ ഇത് സ്റ്റൗവിലേക്ക് വെച്ചിരിക്കുകയാണ്. ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രേവി രൂപത്തിലാണ് ഇതുള്ളത്. നമുക്ക് നല്ല വരട്ടിയ പോലെ ആക്കണം. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ കുറച്ച് സമയം കൂടെ ഇത് വേവിക്കാൻ വെക്കണം. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. എനിക്ക് എരിവ് കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, നല്ല കുറുകി പരുവത്തിലായി വരുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം നിങ്ങൾ ഉപ്പ്, എരിവ് എല്ലാം പാകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കൂടെ താളിച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായി മൂപ്പിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടക കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എല്ലാ മാസത്തിലും കഴിക്കുക കേട്ടോ, കർക്കിടക മാസം മാത്രമല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ഒരു വിഭവമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.